കഴിഞ്ഞ ദിവസം നാദാപുരത്തുള്ള 3 കുട്ടികൾ ബൈക്ക് ആക്സിഡന്റ് പെടുകയും ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തിരിക്കാനും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. നമ്മളെ അനുജൻ തന്നെയാണ് മരണപ്പെട്ടത്. അപ്പോൾ അവരെ കുടുംബത്തിന്റെ വേദനയിൽ നമ്മളും പങ്കുചേരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആ വീഡിയോ നാദാപുരം വൈക്കും അതേപോലെ കുറ്റ്യാടി വൈക്കലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള വ്ളോഗർമാരാണ് ഇങ്ങനെ, അത് ഉറുദുക്കി മലേൻ്റെ ഒരു വീഡിയോ തന്നെയാണ്, ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള വ്ളോഗർമാരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്, ചെറിയ കുട്ടികളെ എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടല്ലോ. പിന്നെ ചെറിയൊരു ക്യാപ്ഷനും കൂടെ എഴുതിയിട്ട് എല്ലാ ഗ്രൂപ്പുകളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കെല്ലാം ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളും അതേപോലെ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതായത് ചിലത് ഞാനും പുതുതായിട്ട് അറിയുന്നതായിരിക്കും, അങ്ങനെ അവിടത്തേക്ക് പോയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ, അല്ലാണ്ട് വേറൊരു ദുരുദ്ദേശം ഇല്ല നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൊന്നും. ആ ഉറുദുക്കി മലേന്റെ വീഡിയോ ഞാൻ അന്ന് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടോ അല്ലാതെ മെസ്സേജ് അയച്ചിട്ടല്ലോ ഇത്രയും നല്ല, ആ കമന്റ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും നല്ല പ്ലേസ് നമ്മുടെ നാട്ടിലുണ്ട്, ഞാളൊന്നും ഇത് അറിയാണ്ട് പോയി, മുന്നേ ഇത് അറിയാണ്ട് പോയി. അപ്പോൾ ഇത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മൾ ജസ്റ്റ് വീഡിയോ ചെയ്ത് ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, അവിടെ ഗ്രില്ലിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഗ്രില്ലിട്ട് വേർതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അപകടത്തിൽ പെടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് തന്നെയാണ് അവിടെയുള്ള ടൂറിസവും കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്, ജസ്റ്റ് വീഡിയോ എടുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്നതെന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യാൻ പോയ സമയത്ത് തന്നെ അവിടെ ഉള്ള ആളുകളെ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഡ്രോൺ ഷൂട്ട് എടുത്തതിനും അതെല്ലാം ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. ആ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആരും എൻ്റെ ഇതിൽ സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ഒരുപാട് ആളുകൾ ആ വീഡിയോയിലുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടെന്ന് കരുതിയതിന്, പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരും അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഒരുപാട് ആളുകൾ, കുറേ ആളുകൾ എനിക്ക് പിന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ മെസ്സേജ് അയച്ചിട്ട്, വെറുതെ പറയുന്നതല്ല, സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം, സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ മെസ്സേജ് അയച്ചിട്ട് ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ച് ഒരു ചെറിയൊരു വീഡിയോ എങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ നമുക്ക് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. അതിന് പുറമെ ഇന്ന് ഗൾഫിൽ നിന്ന് ഒരാൾ വരെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഞാൻ അവരോട് ആ ഗ്രൂപ്പിൽ 1 മണിക്കൂറോളം അവരോട് പിന്നെ ഇങ്ങനെ തർക്കിച്ചതാ, അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനെതിരെ ഒരു വീഡിയോ ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു അപകടം നടന്ന ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ സേഫ്റ്റിയാണ് ഫസ്റ്റ്, എന്നിട്ട് ഏത് കാഴ്ചയാണെങ്കിലും അത് കാണാൻ വേണ്ടി പോകേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ മാത്രമല്ല നമ്മളെ പഴയ വീഡിയോയിലെല്ലാം ഇത് പറയുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ളത്, ഇത് ഉറുദുക്കി മലയിൽ നിന്നല്ല സംഭവിച്ചത്, ഉറുദുക്കി മല ടു കൈവേരി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു അപകടം നടന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും നമ്മളെ സേഫ്റ്റി, അത് ബൈക്ക് മേലാണെങ്കിലെല്ലാം പിന്നെ അതിൻ്റെ നിയമവശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ എല്ലാവരും പോകാവൂ. എല്ലാവരും ആദ്യം നമ്മളെ സേഫ്റ്റി, എന്നിട്ട് മാത്രമേ ഏത് കാഴ്ചയാണെങ്കിലും കാണേണ്ടതുള്ളൂ. ഈ സ്ക്രീൻഷോട്ടിലിട്ട് പ്രചരിപ്പിക്കുന്നവരോട് ഒന്നും പറയാനില്ല, കാരണം അവർ ചിലപ്പോൾ അവരെ വിഷമം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവരോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്നാലും പറയാം, നമ്മളിങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളല്ല നമ്മളെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ എത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം. ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ കാണണം, നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമുക്കാണെങ്കിൽ അറിവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ഇനി തുടരുകയും ചെയ്യും. പക്ഷേങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സേഫ്റ്റി കാര്യങ്ങൾ കണ്ടീഷനായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങനെ ഏത് സ്ഥലത്തേക്കാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യാവൂ.